ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നതേ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇവിടെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 2026 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഉള്ളത്. അതിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഏകദേശമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 23 തീയതി വൈകുന്നേരം 3 മണിക്ക് നട തുറക്കലാണ്. 5:30 കാപ്പ് കെട്ടി കുടിയിരുത്തുന്നത്. ഇത് അതിൻ്റെ മുന്നിലുള്ള കുറേ കടകളൊക്കെയാണ് കേട്ടോ. ഇവിടെ എല്ലാം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് ലൈറ്റുകളൊന്നും ഇട്ടില്ല, കാരണം രാത്രിയല്ല, നമ്മൾ പോയത് ഒരു വൈകുന്നേരം 5 മണിക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കാണാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ എല്ലാം ലൈറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ വർക്കുകളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നല്ലൊരു തിരക്കുണ്ടായിരുന്ന ദിവസമാണ് ഞങ്ങൾ പോയത്. അതായത് ശിവരാത്രിയുടെ തലേ ദിവസമാണ് ഞങ്ങളവിടെ പോയത്. അതുകൊണ്ട് ഇവിടെ എല്ലാം ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ലൈറ്റ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ എല്ലാ നടകളും പുറത്തൂടെ ചുറ്റിക്കറങ്ങിയാണ് വന്നത്. കാരണം ഇതിനകത്ത് കോവിലിൻ്റെ കാമ്പൗണ്ടിനുള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അതവിടെ എഴുതി വച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട്. കാരണം കോവിലിനകത്ത് കയറി വീഡിയോ എടുക്കുന്നത് അലൗഡ് അല്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ വേറൊരു നടയാണ് കേട്ടോ. അവിടെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പൊങ്കാലയ്ക്കായിട്ടുള്ള കലങ്ങളും അടുപ്പ് കൂട്ടാനുള്ള കല്ലുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് അതിൻ്റെ മുന്നിൽ അവിടെ ഡാൻസിൻ്റെയൊക്കെ അരങ്ങേറ്റം നടക്കുന്ന തിരക്കാണ്. അവിടെയും എല്ലാ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കണ്ടോ, മുകൾ ഭാഗത്തെല്ലാം ലൈറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഈ നാരങ്ങ വിളക്ക് കൊളുത്തുന്ന ഭാഗത്തും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാഴ്ചകളെല്ലാം കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.